ശ്രീ അനിൽ വിളയിൽ, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ കേൾക്കുന്നു. അത് ശബരിമല ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മുടെ സംസ്ഥാനത്തെ പല മഹാക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഭക്തർ സമർപ്പിച്ചിട്ടുള്ള പല വസ്തുക്കളും കാണാതായിട്ടുണ്ട്. ഇപ്പോൾ അതിന് പിന്നാലെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദേവന്റെ ഭൂമികളിലേക്ക് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള കടന്നുകയറ്റമാണ്. അതിൽ ദേവസ്വം മന്ത്രി തന്നെ മുന്നോട്ട് വെക്കുന്ന കണക്കിൽ പറയുന്നത് ഏതാണ്ട് 25,000 ഏക്കറിലധികം ഭൂമി ദേവസ്വം ബോർഡിൻ്റേത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എങ്ങനെയാണ് VHP ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ശ്രീ അനിൽ വിളയിൽ. ഇപ്പോൾ ശബരിമല ധർമ്മശാസ്താവ് കേരളത്തിൽ ഒരുക്കി തന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. ദേവന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ എത്രമാത്രം നഷ്ടപ്പെട്ടു എന്നുള്ളതിനെപ്പറ്റി ആധികാരികമായി യാതൊരു രേഖയും തെളിവുകളും എങ്ങുമില്ല. എങ്കിൽ പോലും 2022 മാർച്ച് മാസം 21 കേരളത്തിലെ ദേവസ്വത്തിൻ്റെ അന്നത്തെ മന്ത്രിയും നിലവിൽ MP-യുമായിട്ടുള്ള ശ്രീ K. രാധാകൃഷ്ണന് കേരള നിയമസഭയിൽ ഒരു കണക്കുകൾ പറഞ്ഞിരുന്നു. ആ കണക്കനുസരിച്ച് താങ്കൾ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ്. ഏകദേശം 30,000 ഏക്കർ വസ്തുക്കളാണ് കേരളത്തിലെ എല്ലാ ദേവസ്വങ്ങളുടേതുമായി നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞ കണക്ക്. അതനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 494 ഏക്കറും, കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ 1123 ഏക്കറും, മലബാർ ദേവസ്വത്തിൻ്റെ 24,693 ഏക്കറും, കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ 5,568 ഏക്കർ ഉൾപ്പെടെ ഏകദേശം 30,000-ൽ പരം ഏക്കർ ഭൂമിയാണ് ദേവസ്വം ബോർഡുകൾക്ക്, എന്ന് വെച്ചാൽ കേരളത്തിലെ സാധാരണക്കാരായ ഭക്തന്മാരുടെ ദേവസ്വങ്ങളിലെ അല്ലെ ക്ഷേത്രങ്ങളുടെ മൈനറായ ഡയറ്റുകളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് നിയമസഭയിൽ കൃത്യമായി രേഖ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഇതിൻ്റെ തുടക്കം ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. എങ്ങനെയാണ് ഈ വസ്തു നഷ്ടപ്പെടുന്നത്? മതേതരത്വത്തിൻ്റെ പേരിലാണ് കേരളത്തിലെ സ്വത്തുക്കൾ ഹിന്ദുവിൻ്റെ നഷ്ടപ്പെടുന്നത് എന്നതിൻ്റെ ഒരു തെളിവ് പാളയം ഗണപതി ക്ഷേത്രം തന്നെ നമ്മൾ എടുത്തു നോക്കേണ്ടതുണ്ട്. പാളയം ഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ വാഴ്ത്തിപ്പാടലുകൾ ഉണ്ട്. എങ്കിൽ പോലും റവന്യൂ രേഖപ്രകാരം ഈ ഗണപതി ക്ഷേത്രത്തിന് 92 സെൻറ്റ് വസ്തുവാണുള്ളത്. അവിടുത്തെ വില്ലേജിൽ പരിശോധിച്ചാൽ ആ രേഖ അനുസരിച്ച് 92 സെൻറ്റ് വസ്തുവാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, 9 സെൻറ്റ് മാത്രമായി കുറഞ്ഞു. ഏകദേശം 83 സെൻറ്റ് വസ്തുവാണ് ഗണപതി ഭഗവാന്റേത് ആ തിരുവനന്തപുരത്ത് ഒരൊറ്റ ക്ഷേത്രത്തിൽ കുറഞ്ഞത് എന്ന് കാണുമ്പോൾ എത്രമാത്രം ഭീകരമായ കൊള്ളയാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മറ്റൊരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. കൂത്താട്ടുകുളത്ത് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. കൂത്താട്ടുകുളത്തെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കണക്കനുസരിച്ച് 1 ഏക്കർ സ്ഥലമാണ് കൂത്താട്ടുകുളത്തെ അയ്യപ്പ ക്ഷേത്രത്തിനുള്ളത് എങ്കിൽ നിലവിൽ അത് വെറും 18 സെൻറ്റ് മാത്രമായി കുറഞ്ഞിരിക്കുകയാണ്. ബാക്കി സ്ഥലം കയ്യേറിയിരിക്കുന്ന ആരാണ്? അവിടുത്തെ മുനിസിപ്പാലിറ്റി തന്നെയാണ്. ആ മുനിസിപ്പാലിറ്റി ആ വസ്തു കയ്യേറി അവിടെ ഒരു 3 നില കെട്ടിടം പണി കഴിപ്പിച്ചു. ഇതൊക്കെ തന്നെ സർക്കാരും ഇക്കാര്യങ്ങളിൽ കാണിക്കുന്ന അനാസ്ഥയുടെ ഭാഗമാണ്. 2018 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായി ഇപ്പോൾ ആരോപണ വിധേയനായ പത്മകുമാർ അധികാരത്തിലേറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉടൻ തന്നെ ഒരു സ്പെഷ്യൽ തഹസിൽദാറെ വെച്ചുകൊണ്ട് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യേറ്റ ഭൂമികളെല്ലാം തന്നെ ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ നാളിതുവരെ 1/2 സെൻറ്റ് ഭൂമി പോലും തിരിച്ചു പിടിക്കാൻ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ ആ സ്പെഷ്യൽ കമ്മീഷണർക്കോ സാധിച്ചില്ല എന്ന് പറയുന്നിടത്താണ് ഈ തട്ടിപ്പ് തുടങ്ങുന്നത്. നമ്മൾ പരിശോധിക്കുമ്പോൾ പഴയ കാലത്തെ, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപം കൊണ്ടത് 1949 കവനന്റ് പ്രകാരമാണല്ലോ. അന്നത്തെ രാജപ്രമുഖനായ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവുമായി ഒപ്പുവെച്ച ആ കവനന്റ് അനുസരിച്ച് കേരളത്തിൽ അക്കാലത്ത് 240 പകുതികൾ, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസുകളാണ് ഉണ്ടായിരുന്നത്. ആ കവനന്റുകൾക്ക് 1000-കണക്കിന് ഏക്കർ ഭൂമിയാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 1000-കണക്കിന് പോയിട്ട് 100-കണക്കിന് ഏക്കർ ഭൂമി പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും കൊച്ചി ദേവസ്വം ബോർഡിൻ്റെയും കയ്യിൽ ഇല്ല എന്ന് പറയുന്നിടത്താണ് ഈ അതിക്രമം പ്രകടമായി കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള കുറവുകൾ സംഭവിച്ചിരിക്കുന്ന ഹിന്ദുവിൻ്റെ വസ്തുക്കൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ്. ഈ ഭൂമി പ്രസവിക്കുകയൊന്നും ചെയ്യത്തില്ലല്ലോ. ഒരിടത്ത് കുറയുമ്പോൾ ഒരിടത്ത് കൂടണമല്ലോ. ഇത് എവിടെയാണ് കൂടിയത്? ആരാണ് ഇതിൻ്റെ അന്യ കൈവശക്കാർ? അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശം ആർക്കാണ്? തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി സമഗ്രമായൊരു അന്വേഷണം നടത്തേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് 2 മുന്നണികൾക്കും ഒരേപോലെ പങ്കാളിത്തമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ്. അതായത് ഈ ക്ഷേത്രങ്ങളുടെ ഭൂമി മാത്രമാണ് ഈ നിലയിൽ കൈവിട്ട് പോകുന്നത്. അതിൽ ഇരുമുന്നണികൾക്കും ഈ വിഷയത്തിൽ കൃത്യമായി മറുപടി നൽകാൻ കഴിയും. കാരണം ഈ 2 മുന്നണികളാണ് കേരളം മാറി മാറി ഭരിച്ചത്.